അപ്പം താഴെ ഒരു മിക്സ് ചെയ്യണ്ടായിരുന്നു. അപ്പം ഞാൻ ഹനീഫിനെ കാണാൻ പോയപ്പം ഞാൻ കയറിയപ്പം ഞാൻ ഹനീഫിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ ഒരച്ചിവെട്ടുകാരൻ ഇറച്ചി വെട്ടുന്നു. അപ്പം ഞാൻ ഓക്കെ അപ്പുറം വർത്താനം അപ്പുറം നോക്കുമ്പോൾ ഒരു കാല് ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വരാട്ടോ പറഞ്ഞ് ഞാൻ ഇറങ്ങി ഓടി. ഭയങ്കര ചാടി വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്ന ഇമോഷനാക്കി അവർ എപ്പോഴും നമ്മൾ ക്യാരക്ടേഴ്സിന്റെ കാര്യത്തിൽ ഇപ്പോൾ വെറൈറ്റി വരാമോ നായകന്റെ കൂട്ടുകാരൻ, നായകന്റെ ഫ്രണ്ട്, നായകന്റെ സുഹൃത്ത്, ഇത്തരത്തിലുള്ള വെറൈറ്റി ഉള്ളൂ. കണ്ണൂർ ആരടുത്ത് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാലും കുറെ നാളായിട്ട് നിങ്ങൾക്ക് ഇയാളെ പരിചയമുണ്ടെന്ന് തോന്നിപ്പോകും. അങ്ങനത്തെ ഒരു കൾച്ചറൽ ഒരു സ്ഥലത്തു നിന്ന് വരുന്നത് കൊണ്ടായിരിക്കാം. ഉണ്ണി ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കോന് വേണ്ടിയിട്ട് ഭയങ്കരമായി ഹാർഡ് വർക്ക് ചെയ്ത് കൃത്യമായി ഡയറ്റ് നോക്കി. ആ സിനിമയുടെ കാര്യത്തിലും ഉണ്ണി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് പേടിയാണ്. ജനറലി ഞാൻ ഹൊറർ സിനിമകളും വയലൻസ് സിനിമകളൊന്നും അങ്ങനെ തിയേറ്ററിൽ പോയി കാണില്ല. അവരുടെ സിനിമയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ചാണ്. കാരണം അവരാണ് എല്ലാത്തിനും പൈസ ചിലവാക്കുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ. വല്ലാതെ ബോറടിക്കുമ്പോൾ ഒരു സീസണിലൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. പിന്നെ അതൊരു 3 മാസം ഓടും.